എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്താ ചെയ്യാ? മോനെ, നീ അവളോട് പോയി സംസാരിക്കേ. ഓക്കേ? അവളോട് സംസാരിക്ക്, ചോദിക്ക് അവൾക്ക് പറ്റിയത് എന്താണെന്ന്. കല്യാണം കഴിച്ച സ്ത്രീകളെ പോലെ നടക്കാത്തത് എന്താണെന്ന്. മോനെ, അവൾക്ക് ദേഷ്യം തോന്നിയാൽ അവളെ സമാധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അവള് വിവാഹിതയാണ്, നിന്റെ ഭാര്യയാണ്. അത് എന്തൊക്കെയായിരുന്നാലും അവളത് അംഗീകരിക്കണമല്ലോ. അവൾക്ക് മനസ്സിലാക്കി കൊടുക്ക് വിവാഹത്തിന്റെ അർത്ഥം എന്താണെന്ന്, വിവാഹത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്. മോനെ, കല്യാണം കഴിഞ്ഞ സ്ത്രീകള് കല്യാണം കഴിഞ്ഞവരെ പോലെ തന്നെയാണ് ജീവിക്കേണ്ടതും. പെട്ടുപോയല്ലോ മുന്നേ. ആ അഭിഷേക സിന്ദൂരിച്ചപ്പോയിട്ടാണല്ലോ വരുന്നത്. എന്ത് ചെയ്യാനാണാവോ? ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? അത് പിന്നെ നീ റെഡിയാവുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സിന്ദൂരം നിന്റെ നെറ്റിയെ തൊട്ടുതരാന്ന്. നിനക്കിഷ്ടമാണല്ലോ സുമംഗലിയായിട്ട് ഒരുങ്ങി നിൽക്കാനായിട്ട്. ഞാൻ ശരിക്കും ആലോചിക്കുകയായിരുന്നു, ഈ സിന്ദൂരം എൻ്റെ കൈ കൊണ്ട് തന്നെ നിന്നെ അണിയിച്ചാലോ എന്ന്. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ, നീ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനിതങ്ങ് ചെയ്യാമെന്ന്. അതിനാ ഞാൻ ഈ സിന്ദൂരം കൊണ്ടുവന്നത്. വേണ്ട, ഇപ്പൊ വേണ്ട. അല്ല, ഞാൻ ഉദ്ദേശിച്ചതേ ഇപ്പൊ വേണ്ട. എനിക്ക് കുറച്ചുകൂടെ ഒരുങ്ങാനുണ്ടായിരുന്നു, അതാ. ഇനിയും കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇനി തന്നാ മതി. അത് ശരി, ഇനി കുറെ ഒരുങ്ങാനുണ്ടല്ലേ? ശരി, നീ ഒരുങ്ങിക്കോ, എന്നിട്ട് ഞാൻ സിന്ദൂരം ഇട്ടുതരാം. നിങ്ങക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അതിങ്ങ് തന്നേക്കുന്നേ. ഒരു കുഴപ്പമില്ല, എനിക്ക് സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താ? അല്ലർ. അല്ലർ? ജി ജി അല്ലർ. അല്ലർജി? അതാരാ? അലർജി ഒരാളല്ല. എനിക്ക് അലർജിയാ ഈ സിന്ദൂരത്തോട്. എനിക്ക് ചൊറിയും, പിന്നെ അവിടെയൊക്കെ തടിക്കും. ഓ, അലർജി. ആ, അതന്നെ. നീ എന്തൊക്കെയായി പറഞ്ഞത്? നീയല്ലേ പറയാറുണ്ടായിരുന്നത് ഒരു സുമംഗലിയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ നെറ്റിയിലെ സിന്ദൂരമാണെന്ന്. എന്നിട്ട് ഇപ്പൊ പറയുക അലർജിയാണെന്ന്. ഇനിയിപ്പോ എന്ത് പറഞ്ഞു ഒഴിവാകും? എന്താ? അല്ലാതെ എന്താന്ന് വെച്ചാ, നീ എന്തൊക്കെയായി പറയുന്നത്? നോക്കൂ, നേരത്തെ എനിക്ക് അലർജി ഇല്ലായിരുന്നു. ഞാൻ നേരത്തെ പറയാതിരുന്നത് നിങ്ങൾക്ക് മോശമായി തോന്നൂലേ? ഞാൻ പുറത്ത് പോകുമ്പോ വേറെ പുതിയത് വാങ്ങിയിട്ട് അതിട്ടോളാം. ഇതിങ്ങ് തന്നേക്കൂ. അത് സാരല്ല, ഇതിപ്പോ ഞാൻ ഇട്ടുതരാം. എന്നിട്ട് നാളെ വേറെ ചെപ്പ് വാങ്ങിച്ചിട്ട് അതും ഞാൻ തന്നെ ഇട്ട് തന്നോളാം.
ഇതിപ്പോ കുറച്ച് നേരത്തേക്കല്ലേ, ഒന്നും സംഭവിക്കില്ലെന്ന് ഞാനല്ലേ പറയുന്നത്. അതുപോലെ തന്നെ നീ മുമ്പ് ഈ സിന്ദൂരം തന്നെയാണല്ലോ ഇട്ടിരുന്നത്, ഇപ്പൊ എന്ത് പറ്റി? അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഇല്ല. അപ്പൊ അപ്പൊ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇപ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇങ്ങ് വന്നേ. ദാ. ഇയാളിത് ഇടാനുള്ള പുറപ്പാടാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? വേണ്ടെന്ന്, ഇത് ഇട്ടാലേ എനിക്ക് പ്രോബ്ലം ആണ്. അത് ഇട്ടാ ശരിയാവില്ല. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന്, പിന്നെന്തിനാ പേടിക്കുന്നത്? അയ്യോ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കൂ. എനിക്കിത് വേണ്ടെന്ന്. എന്തിനാണ് ഞങ്ങളോട് ഇത് ചെയ്യുന്നത്? ഏത് ജന്മത്തിലെ പാപത്തിന്റെ ശിക്ഷയാ? എനിക്കിതൊന്നും കഴിയില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ കൊണ്ട് ഇത് കൂടുതൽ അനുഭവിക്കാൻ പറ്റില്ല. ആ പ്രിയയുടെ സ്ഥാനത്ത് ഞാൻ, എന്നെ കൊണ്ട് കഴിയോ? എത്ര സ്നേഹത്തോടെയാ അവര് ഭാര്യയും ഭർത്താവും കഴിഞ്ഞിരുന്നത്. അത് ഞാൻ എങ്ങനെ തകർക്കും? ശരി, ഞാൻ സമ്മതിക്കാം. ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്റെ അനിയനും അനിയത്തിക്കും വേണ്ടിയാ. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ജീവിതം രക്ഷിക്കാൻ ഞാൻ എങ്ങനെ മറ്റൊരാളുടെ ജീവിതം? അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഇപ്പൊ നടക്കുന്നത് എല്ലാം തെറ്റാ. ഞാൻ ചെയ്യുന്ന വലിയ തെറ്റാ. പക്ഷെ നീ ചെയ്യുന്നത് തെറ്റ് തന്നെയാ. എല്ലാവരോടും ആ പ്രിയയും അവളുടെ ഭർത്താവിനെയും തമ്മിൽ അകറ്റി, എന്നിട്ട് എന്നെ കൊണ്ട് അവളുടെ സ്ഥാനത്ത് നിർത്തി. അതൊട്ടും ശരിയല്ല. ആ പ്രിയായിരുന്നു ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവളെ വേഗം കൊണ്ടുപോവാ. എന്റെ ചിന്നും മിന്നും, എന്റെ ചിന്നുനെ മിന്നുനെ എന്നിൽ നിന്ന് എന്തിനാകത്തിയത്? അവരെവിടെയാണെന്നോ എന്ത് ചെയ്യാന്നോ എനിക്കറിയില്ല. ആ രാക്ഷസികളൊന്നും പറയുന്നുമില്ല. ചിന്നുന്റെ കാലിൽ മുറിവുണ്ടായത് ഉണങ്ങിയൊന്നും പോലും അറിയില്ല. മിന്നുവാണെങ്കിൽ സമയത്തൊന്നും കഴിക്കുകയില്ല. ചിന്നുന്റെ ഹൃദയത്തിന് തകരാറാ. അവനെ ചികിത്സിക്കാനും ഒന്നിനും കഴിയുന്നില്ല എനിക്ക്. അവരെ രണ്ടുപേരും എൻ്റെ അടുത്ത് ഒന്നെത്തിക്കുമോ? എനിക്കവരെ കാണണം. ഞാൻ തൊഴുത് അപേക്ഷിക്കാണ്. അമ്മ ദേവി, അവരെ ഒന്ന് കൊണ്ടുവരും എൻ്റെ അടുത്ത്. അതുപോലെ തന്നെ ആ അഭിഷേകിന്റെ പ്രാർത്ഥന അത് സത്യമാക്കി കൊടുക്കണേ. അയാളെ വിശ്വസിക്കല്ലേ അമ്മ? അയാളുടെ ഭാര്യ മരിച്ചിട്ടില്ലെന്ന് അതൊന്ന് സത്യമാക്കും അമ്മ. ആ പ്രിയ അയാളുടെ അടുത്ത് കൊണ്ടുവരൂ.
നാള് കള്ളം പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കും? നീ കാണുന്നതല്ലേ അവരെല്ലാം പ്രിയ എത്ര സ്നേഹിക്കുന്നെന്ന്. ആ കുടുംബം മുഴുവൻ ആ അഭിഷേകാണെങ്കിൽ ഇതുവരെ അവര് മരിച്ചിട്ടുണ്ടെന്ന് പോലും ഞാൻ പ്രിയല്ലെന്ന് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? ആ കുടുംബം മുഴുവനും എല്ലാവരും തകർന്നു പോവും. ആ പ്രിയയില്ലേ, അവളാണ് ആ കുടുംബത്തിന്റെ സന്തോഷം. അവളെ ഒന്ന് തിരിച്ചു കൊണ്ടുവരോ? അവളെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരോ? മാം, 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 മാം പെട്ടെന്ന് ഇങ്ങ് വരൂ. സുഷമ, മാം, നീ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുത്തുമല്ലോ, എന്നിട്ട് എനിക്ക് ചികിത്സിക്കാൻ പറ്റാതെ വരുമല്ലോ. സോറി മാം. അതെ നീ ഒന്ന് ശ്വാസം വിട്. മാം, ആ സ്ത്രീക്ക് ബോധം വന്നു. വാട്ട്? അതെ മാം, അവരുടെ വിരലുകൾ അനങ്ങുന്നത് ഞാൻ കണ്ടു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ബോധം വന്നെന്നോ? യെസ് മാം. മാം പെട്ടെന്ന് വരൂ. ഹലോ, ഉണരൂ, കണ്ണ് തുറക്ക്, എന്നോട് സംസാരിക്കൂ. നിന്റെ പേരെന്തെന്ന് പറയോ? നിന്റെ ഫാമിലി എവിടെയാണ്? എന്തെങ്കിലും ഒന്ന് പറയൂ. നിന്റെ വീട്ടുകാർക്ക് അറിയോ എന്താണ് നിനക്ക് സംഭവിച്ചതെന്ന്? പറയൂ. കണ്ടല്ലോ, ഒന്നും സംസാരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു നിന്റെ തോന്നലായിരുന്നു എന്ന്. അല്ല മാം, എനിക്ക് തോന്നിയതല്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. ഞാൻ കണ്ടതാണ് അവരുടെ കൈവിരലുകൾ അനങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് നീ വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ബെഡ് അനങ്ങി കാണും. അപ്പോ വിരൽ അനങ്ങിയതുപോലെ നിനക്ക് തോന്നിക്കാണും. അല്ല മാം, ശരിക്കും അവരുടെ വിരലുകൾ അനങ്ങി. ഞാൻ ഇവിടെ നിന്ന് വൃത്തിയാക്കുമായിരുന്നു. അപ്പൊ ഞാൻ കണ്ടതാ അവരുടെ കൈവിരലുകൾ അനങ്ങുന്നത്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ചാൽ മാത്രമേ ഇവള് രക്ഷപ്പെടൂ എന്ന്. പാവം, ആർക്കറിയാം ആരാണ്, എവിടെ നിന്ന് വരുന്നു? ഇവളുടെ വീട്ടുകാർ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടാവും. മാം,
ഇവരെ എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു ഗ്രാമത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോയതായിരുന്നു ഞാൻ. അവിടെ വെച്ച് ഇവളുടെ ശരീരം ഒരു പുഴയുടെ കരയ്ക്ക് അടിഞ്ഞാണ് കിട്ടിയത്. അവളുടെ വയറിലായിരുന്നു വെടിയേറ്റത്. കുറേയധികം രക്തം പോയിരുന്നു. പക്ഷെ ഇവൾക്ക് ശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഒരു വിധത്തിൽ ആ വെടിയുണ്ട പുറത്തെടുത്തു. പക്ഷെ ഇവൾക്ക് ബോധം നൽകാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ ഇന്ന് വരെ ഇവൾ ഇങ്ങനെ തന്നെയാണ്. എനിക്ക് അവളോടൊന്നും ചോദിക്കാൻ പറ്റിയില്ല. അവൾക്ക് എന്നോടൊന്നും പറയാനും പറ്റിയില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നിങ്ങൾ ഇവരെ ആദ്യമായി കൊണ്ടുവരുമ്പോൾ ഇവരുടെ കഴുത്തിൽ താലിയുണ്ടായിരുന്നു. അതിനർത്ഥം ഇവർ വിവാഹിതയാണ്. ഇന്ന് അവരുടെ വിരലുകൾ അനങ്ങി. ചിലപ്പോ ഇവരുടെ ഭർത്താവിനെ ഓർത്തിട്ടുണ്ടാവും. മെഡിക്കൽ സയൻസ് ഇത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ അംഗീകരിക്കുന്നു. മനസ്സിൽ നിന്ന് വന്ന ശബ്ദം മനസ്സിൽ തന്നെ എത്തിച്ചേരും. ചിലപ്പോൾ ഇവിടെ ആരെങ്കിലും വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാവും ഇവളുടെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത്രയും രക്തം നഷ്ടപ്പെട്ടിട്ടും ഒരിക്കലും അവളുടെ ശ്വാസം ബാക്കി നിൽക്കില്ലായിരുന്നു. ഇവൾ മനസ്സുകൊണ്ട് മരണത്തിന് കീഴടങ്ങാൻ തയ്യാറല്ലായിരുന്നു. ഈ വിൽ പവറാണ് ഇവളുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. വിൽ പവർ. ആരെയോ കാണാൻ. അത് ശരിയാണ് മാം. ചിലപ്പോ ഇവരുടെ ഭർത്താവ് ഇവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇവരുടെ ജീവൻ ഇപ്പോഴും നിലനിൽക്കുന്നത്. ശരി, ഞാൻ താഴേക്ക് ചെല്ലട്ടെ. നോക്കാനായി വേറെയും പേഷ്യൻസ് ഉണ്ട്. നീ ഇവളുടെ കാര്യം വളരെ നന്നായിട്ട് നോക്കണം. അതുപോലെ എന്തെങ്കിലും അനക്കമുണ്ടെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ദൈവമേ, ഇവരുടെ ബോധം തെളിയണേ. ഇവരുടെ ഭർത്താവ് ഇവരെ അന്വേഷിക്കുന്നുണ്ടാവും. ഇവരുടെ കുടുംബം ഇവരെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അവരെ എല്ലാവരെയും കാണാൻ ഇവരെ അനുവദിക്കണേ. വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു. നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ. ഗസലായി പാടുന്ന